ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ലാസ്റ്റ് സെഷൻ എൻഡ് ചെയ്തത് NCTE പറഞ്ഞിട്ടാണ്. ഇപ്പോൾ നെക്സ്റ്റ് ബോഡി നോക്കാം. NAAC ആണ്, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. NAAC അല്ലേ, ഫോം ചെയ്തത് 1994 UGCയുടെ അണ്ടറിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അസസ് ചെയ്യാനും ക്രെഡിറ്റ്സ് കൊടുക്കാനും അല്ലേ, അക്രഡിറ്റേഷനും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലേ, ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് UGCയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് NAAC ആണ് അല്ലേ. NAAC ടീമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിറ്റ് ചെയ്യുന്നത് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കേണ്ട ഫണ്ട് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അസസ് ചെയ്യുക, ക്രെഡിറ്റ്സ് കൊടുക്കുക, ഇതൊക്കെയാണ് NAACൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് NAACൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂരാണ്. ഇത് റെക്കമെൻഡ് ചെയ്തത് NEP 1986 ആണ്. NPE എന്നും പറയാം, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഓട്ടോണോമസ് ബോഡിയാണ്, സ്വയംഭരണാവകാശമുള്ള ബോഡിയാണ് NAAC എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ NAACുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ഡയറ്റ്. ഇതൊരു പ്രീ സർവീസ് ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ പ്രീ സർവീസും ഇൻ സർവീസും, ട്രെയിനിങ്ങിൻ്റെ മുന്നേയും ട്രെയിനിങ്ങിന് ഇടയ്ക്കും ഒക്കെ ചെയ്യുന്ന ഒരു സർവീസിൻ്റെ ഇടയ്ക്കും സർവീസിന് മുന്നേയും ഒക്കെ ചെയ്യുന്ന ട്രെയിനിങ് ഈ ഡയറ്റാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കരിക്കുലം ഡിസൈൻ ചെയ്യുക, കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുക, ടീച്ചേഴ്സിന് സർവീസിന് മുന്നേ ട്രെയിനിങ് കൊടുക്കുക, സർവീസിന് ഇടയ്ക്ക് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ കരിക്കുലം ഡിസൈൻ ചെയ്യുക, കരിക്കുലം ഇവാലുവേറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ, അതായത് ടീച്ചേഴ്സിനുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡയറ്റ് എന്ന് പറയുന്ന ബോഡിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. 1989 ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. പ്രത്യേകിച്ച് സ്കൂൾ ലെവലിലുള്ള ഓപ്പൺ എഡ്യൂക്കേഷൻ ഡീൽ ചെയ്യുന്നത് NIOS ആണ്. 1989 ഫോം ചെയ്തത്. കോളേജ് ലെവലിലാണെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ IGNO പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഡിസ്റ്റൻസ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇത് സ്കൂൾ ലെവലിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് NIOS കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. നെക്സ്റ്റ് ഈസ് NTA. നമ്മൾ കേൾക്കാറുണ്ട് NTA നെറ്റ് എന്നല്ലേ. മുന്നേ UGC നെറ്റ് ആയിരുന്നു. ഇപ്പം നമ്മുടെ നെറ്റ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ NTA നെറ്റ് എന്ന് പറയുന്നത്. 2018 അത് ഫോം ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് CSIR ആണ്. നിങ്ങൾ CSIR നെറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് UGC നെറ്റും CSIR നെറ്റും തമ്മിലുള്ള വ്യത്യാസം? CSIR നെറ്റ് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്ട്സുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കോഴ്സുകൾക്ക് നെറ്റ് കണ്ടക്ട് ചെയ്യുന്ന CSIR ആണ്, കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അല്ലേ. അപ്പോൾ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ഇതെല്ലാം CSIRൻ്റെ കീഴിലാണ് വരിക. അതായത് UGC പോലെ തന്നെ ഒരു ബോഡി, സയൻസ് സബ്ജക്റ്റുകളുടെ UGC പോലത്തെ ബോഡിയാണ് നമ്മൾ CSIR എന്ന് വിളിക്കാം. ഇനി ICAR എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ബോഡിയാണ് ICAR. 1926 ഇത് എഗെയിൻ ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. ഇത് എന്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? DARE, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. DAREൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് ICAR എന്നുള്ള കാര്യം ഓർക്കാം. നെക്സ്റ്റ് വി ഹാവ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ICMR 1911 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ബയോമെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പെക്സ് ബോഡിയാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, ICSSR. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സോഷ്യൽ സയൻസ് ഓൾറെഡി UGCയുടെ അണ്ടറിൽ വരുന്നതല്ലേ, പിന്നെ എന്താണെന്ന്. UGCക്ക് കൊടുക്കാൻ പറ്റാത്ത ചില ഫണ്ടുകൾ കൊടുക്കുന്നത് ICSSR ആണ്. അപ്പോൾ സോഷ്യൽ സയൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ICSSR എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ പ്രൊവൈഡ് ഫണ്ട് വിച്ച് ഇസ് നോട്ട് പ്രൊവൈഡഡ് ബൈ UGC പ്രൊവൈഡ് ചെയ്യാത്ത ചില ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ICSSR ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോഡിയാണ്. 1956 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബോഡി ഫോം ചെയ്തത്. 1956 1993 അതിലൊരു ഭേദഗതി വരുത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. 2019 ആയപ്പോഴത്തേക്കും ആ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്? അബോളിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ദെൻ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഫാർമസി കൗൺസിൽ എന്ന് പറയുമ്പോൾ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലേ. ഡെൻ്റൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ ഡെൻറ്റിസ്ട്രി അല്ലേ, BDS MDSുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബാർ കൗൺസിൽ നമുക്കറിയാം അഡ്വക്കേറ്റ്സ് അല്ലേ, ലോയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോഡിയാണ് എന്നുള്ള കാര്യം ഓർക്കാം.
അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നെക്സ്റ്റ് ഈസ് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നമ്മൾ NCTE കണ്ടു, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ UGC ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അതുപോലത്തെ ബോഡിയാണ് BEd കോളേജുകൾക്ക് NCTE എന്ന്. അതുപോലെ BTech MTech കോളേജുകളുടെ UGC പോലത്തെ ബോഡിയാണ് AICTE എന്ന് പറയുന്നത്. അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അപ്പെക്സ് ബോഡിയാണ് AICTE. അപ്പോൾ ഇത് മൂന്നും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് UGC, BEd കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് NCTE, അതുപോലെ BTech കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് AICTE ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ചില കോളേജിൻ്റെയൊക്കെ ബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ UGC അപ്രൂവ്ഡ് ബൈ UGC ആൻഡ് AICTE എന്ന് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടായിരിക്കും? അതായത് ആർട്സ് ആൻഡ് സയൻസ് സബ്ജക്റ്റുകളുള്ള കോളേജുകളായിരിക്കും. അപ്പോൾ ആ കോഴ്സുകൾക്ക് അപ്രൂവൽ കൊടുക്കേണ്ടത് UGC ആണ്. ഇനി ചില ടെക്നിക്കൽ കോഴ്സുകൾ ആ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കോഴ്സിന് അംഗീകാരം കൊടുക്കേണ്ടത് AICTE ആണ്. അതുകൊണ്ടാണ് ചില കോളേജുകളുടെ ബസ്സിനകത്ത് നമുക്ക് അപ്രൂവ്ഡ് ബൈ UGC ആൻഡ് അപ്രൂവ്ഡ് ബൈ AICTE എന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ബോഡിക്കും രണ്ട് ഫംഗ്ഷൻ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ UGC, NCTE, AICTE എന്നുള്ളത് ഒരുമിച്ച് തന്നെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊരു അഡ്വൈസറി ബോഡിയാണ് AICTE എന്ന് പറയുന്നത്. 1987 അതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റസ് കിട്ടുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവുന്നത് പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കുമ്പോഴാണ് അല്ലേ. അതുവരെ അതൊരു ഉപദേശക കമ്മിറ്റി മാത്രമായിരുന്നു. പുതിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇനി കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ അപ്പെക്സ് ബോഡിയാണ്. ഇനി IITകളും IIMകളും ഈ നമ്പറുകളൊക്കെ ഒന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണേ. ഇത് കുറച്ച് മുന്നേ ഉള്ള ഡേറ്റയാണ്, ഞാനത് ക്രോസ് ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എക്സാമിന് മുന്നേ ആയിട്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT അല്ലേ. IIT എന്ന് പറയുന്നത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലേ. ഇന്ത്യയിൽ ഒരുപാട് IITകളുണ്ട്. എനിക്ക് തോന്നുന്ന 15 ആണ് ഞാൻ നോക്കിയ സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ 15 തന്നെയാണോ എന്നുള്ളത്. നമ്പർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ഡേറ്റ്, നമ്പേഴ്സ്. ഓക്കെ, ഇനി 1961 IITകളെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ IIT എന്ന് പറയുന്നത് ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പെട്ട ഒന്നാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, പിന്നെ വരുന്നത് IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. എവിടെയൊക്കെയുണ്ട്? അഹമ്മദാബാദിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ലക്നൌവിലുണ്ട്, ഇൻഡോറിലുണ്ട്, കോഴിക്കോടുണ്ട്, ഷില്ലോങ്ങിലുണ്ട്. ഓക്കെ, IIMകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തത് ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. IISc ബാംഗ്ലൂർ എന്ന് പറയുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ കോളേജുകളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ടോപ്പ് 5 കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1909 JN ടാറ്റയുടെ വിഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. 5 new institutions devoted to science education and research have been set up as IISER broadly on the pattern of IIScയുടെ പാറ്റേണിൽ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ്? കൊൽക്കത്തയിൽ, പൂനെയിൽ, മൊഹാലിയിൽ, ഭോപ്പാലിൽ, തിരുവനന്തപുരത്ത്. ഓക്കെ, പിന്നെ ഷാങ്കായ് റാങ്കിങ് കൺസൾട്ടൻസി, അതായത് കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ റാങ്ക് കൊടുക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ് ഷാങ്കായ് റാങ്കിങ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഷാങ്കായ് റാങ്കിങ് കൺസൾട്ടൻസി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി NBA നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. നമ്മൾ നേരത്തെ കണ്ടു NAAC അല്ലേ, UGCയുമായി ബന്ധപ്പെട്ട്. അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് NAAC ആണെങ്കിൽ ടെക്നിക്കൽ കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് NBA ആയിരിക്കും, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. അപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ അപ്പെക്സ് ബോഡി UGC, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് NAAC. BEd കോളേജുകളുടെ ടോപ്പ് ബോഡി NCTE, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. ഇനി BTech കോളേജുകളുടെ അപ്പെക്സ് ബോഡി AICTE, അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. ഇനി AB അക്രഡിറ്റേഷൻ, അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരായിരിക്കും? AB അക്രഡിറ്റേഷൻ ബോർഡ്. ഇനി കൗൺസിൽ ഓഫ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതോറിറ്റി 1995
റൂറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോഡിയാണ് കൗൺസിൽ ഓഫ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതോറിറ്റി. 1995 സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹൈദരാബാദാണ്. ഇതിൻ്റെ മോട്ടോ വരുന്നത് എന്താണ്? റൂറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മോട്ടോ. ടീച്ചർ ട്രെയിനിങ്, റിസർച്ച് ബേസ്ഡ് ഓൺ മഹാത്മാഗാന്ധീസ് കോൺസെപ്റ്റ് ഓഫ് നയ് തലീം. ടീച്ചർ ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ നയ് തലീം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് റൂറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ 1963 ഫോം ചെയ്തിട്ടുള്ളതാണ്. ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, കരിക്കുലം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇനി കുറച്ച് സ്കീമുകളാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത്. ഫസ്റ്റ് സ്കീം ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്, ഇംപ്രസ് എന്ന് പറയുന്നൊരു സ്കീം. ഇതൊരു വെബ് പോർട്ടലാണ് ഇൻ ന്യൂഡൽഹി, ലോഞ്ച്ഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ജയ്പ്രകാശ് ജാവേദ്കർ ഓൺ October 25, 2018. 2018 ഒക്ടോബർ 25 MHRD മിനിസ്റ്റർ ആയിരുന്ന ശ്രീ പ്രകാശ് ജാവേദ്കർ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ഒരു വെബ് പോർട്ടലാണ്. അണ്ടർ ദ സ്കീം 1,500 research projects will be awarded for 2 years to support the social science research in higher educational institution. അതായത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചുകൾക്ക് റിസർച്ച് പ്രോജക്റ്റിനെ ഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഏതാണ്? ICSSR ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഒബ്വിയസ്ലി എന്തായിരിക്കും? ICSSR ആയിരിക്കും. പിന്നെ വിശ്വേശ്വരയ്യ PhD സ്കീം. അപ്പോൾ PhD എന്ന് കേൾക്കുമ്പോൾ തന്നെ റിസർച്ച് ഇൻക്രീസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അല്ലേ. അത് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നടക്കുന്ന റിസർച്ചുകൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് നാഷണൽ അപ്രന്റിസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം, ലോഞ്ച്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ യൂത്ത്. യൂത്തിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. പ്രൊവൈഡിങ് സ്കിൽ ട്രെയിനിങ് ടു ITI സ്റ്റുഡൻസ്. ITI സ്റ്റുഡൻസിന് സ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമന്ത്രി കൗശൽ വിദ്യാ യോജന ഉള്ള കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഈ സ്കീമിൻ്റെ ഭാഗമാണ്. ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ പരിണാം മഞ്ജുഷ ഡിജി ലോക്കർ, ഇത് CBSEയുടെ ഒരു ഡിജിറ്റൽ റെപ്പോസിറ്ററിയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? പരിണാം മഞ്ജുഷയിൽ ഡിജി ലോക്കറിൽ നമുക്ക് എന്ത് ചെയ്യാം? സൂക്ഷിക്കാം. ഓക്കെ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് രാഷ്ട്രീയ ഉച്ചസാർ ശിക്ഷാ അഭിയാൻ, റൂസ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കോളേജ് ലെവലിലുള്ള ഒരു സ്കീമാണ് റൂസ എന്ന് പറയുന്നത്. പിന്നെ സർവശിക്ഷാ അഭിയാൻ അറിയാം, അത് ചെറിയ ക്ലാസ്സുകൾ എലിമെൻ്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. ഇതെല്ലാം ഗവൺമെൻറ് സ്കീമുകളാണ്. നെക്സ്റ്റ് ഈസ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് 11-12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സർക്കാരിൻ്റെ സ്കീമാണ്. നെക്സ്റ്റ് ഈസ് യുഡാൻ സ്കീം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഹയർ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, പെൺകുട്ടികളിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് യുഡാൻ സ്കീം എന്ന് പറയുന്നത്. അതായത് വിമൻ എംപവർമെൻറ്റ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഉന്നത് ഭാരത് അഭിയാൻ 2.0, റൂറൽ ഇന്ത്യനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. പിന്നെ നീറ്റ് എന്ന് പറയുന്നൊരു സ്കീം, NEAT നീറ്റാണ്, നാഷണൽ എഡ്യൂക്കേഷണൽ അലയൻസ് ഫോർ ടെക്നോളജി. 2019 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ് ഈ ഒരു സ്കീം അനൗൺസ് ചെയ്യുന്നത്. എയിംഡ് അറ്റ് യൂട്ടിലൈസിങ് ടെക്നോളജി ടു ഇംപ്രൂവ് ട്രെയിനിങ് ഇൻ ഹയർ എഡ്യൂക്കേഷനിൽ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഹയർ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ലക്ഷ്യം. പിന്നെ സങ്കൽപ്പ് പ്രോജക്റ്റ്, സ്കിൽ അക്വിസിഷൻ ആൻഡ് നോളജ് അവെയർനെസ് ഫോർ ലൈവ്ലിഹുഡ് പ്രൊമോഷൻ. സ്കിൽ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക കുട്ടികളിൽ, അതിനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് സമഗ്ര ശിക്ഷാ സ്കീം 2018 ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫ്രം പ്രീ സ്കൂൾ ടു ക്ലാസ് 12. പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ശ്രേയസ്, സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റിസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് 2019.
ഹെൽപ്പ് യൂത്ത് ടു ഒബ്റ്റെയിൻ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു കൺട്രീസ് പ്രോഗ്രസ്. കൺട്രിയുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് യങ് ആയിട്ടുള്ള കുട്ടികളെ അതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, അവരെ അതിനു വേണ്ടി പാകപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഈ സ്കീമിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് CBCS, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. എന്താണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം? എയിംസ് ടു ബ്രിങ് ഇക്വിറ്റി, എഫിഷ്യൻസി ആൻഡ് എക്സലൻസ്. ഇവിടെ CBCS എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ആ ചോയ്സ് ബേസ്ഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു ഇലക്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും ഒരു സെമസ്റ്ററിൽ, അതാണ് ആ ചോയ്സ് ബേസ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയാൻ കാരണം നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം മാറിയിട്ട് ക്രെഡിറ്റുകളായി. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ CBCS എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചർ സെൻട്രിക്കിൽ നിന്ന് അത് സ്റ്റുഡൻറ് സെൻട്രിക്കിലേക്ക് മാറി. എന്താണ് ടീച്ചർ സെൻട്രിക്കിൽ നിന്ന് സ്റ്റുഡൻറ് സെൻട്രിക്കിലേക്ക് മാറി എന്ന് പറയാൻ കാരണം, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ടീച്ചർ സെൻട്രിക് എന്ന് പറയുമ്പോൾ ടീച്ചർ കുറേ കാര്യങ്ങൾ പറയുകയാണല്ലേ, സ്റ്റുഡൻസ് അത് അതേപോലെ തന്നെ എടുക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ടീച്ചർ സെൻട്രിക് അല്ല, സ്റ്റുഡൻറ്റിന് ചൂസ് ചെയ്യാം അവർക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണത് സ്റ്റുഡൻറ് സെൻട്രിക് ആണെന്ന് പറയുന്നത്. പിന്നെ ശാല ഉത്സവ് എന്ന് പറയുന്ന ഒരു സ്കീം, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഡേ സ്കൂളിലെ നമ്മൾ പ്രവേശനോത്സവം എന്നൊക്കെ പറയാറില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. പിന്നെ വിദ്യാലക്ഷ്മി പോർട്ടൽ, അത് ആ പേരിൽ തന്നെയുണ്ട്. വിദ്യ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, ലക്ഷ്മി എന്ന് പറയുമ്പോൾ മണിയാണ് അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷണൽ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ടലാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. ഓക്കെ, സമീപമൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് ഈസ് GIAN, ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഫോർ അക്കാഡമിക് നെറ്റ്വർക്ക് എയിംഡ് അറ്റ് ടാപ്പിംഗ് ദ ടാലൻറ്റ് പൂൾ ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് ഓണ്ടർപ്രണേഴ്സ്. അതായത് സയൻറ്റിസ്റ്റുകളുടെയും ഓണ്ടർപ്രണേഴ്സിൻ്റെയും ടാലൻറ്റ് പൂൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒത്തിരി സയൻറ്റിസ്റ്റുകളും ഓണ്ടർപ്രണേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കൊരു സയൻറ്റിസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ആ ടാലൻറ്റ് പൂൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു ആക്സസ് അല്ലേ. പിന്നെ പ്രഗതി എന്ന് പറയുന്നൊരു സ്കീമുണ്ട്, ഗേൾ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അവർക്കുള്ള സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഗ്യാൻധാര എന്ന് പറയുന്നൊരു സ്കീമുണ്ട്, ഇൻ്റർനെറ്റ് ഓഡിയോ കൗൺസിലിംഗ് സർവീസാണ്. ഇൻ്റർനെറ്റ് വഴി ഓഡിയോ കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഗ്യാൻധാരയുടെ ഫംഗ്ഷൻ. പിന്നെ വരുന്നത് മെറ്റാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. മെറ്റാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് 12ാമത്തെ UGC പ്ലാനിലാണ്. 2011 അത് ഫൗണ്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റികളുടെയും ലേണിംഗ് റിസോഴ്സുകൾ നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു റിസോഴ്സ് JNU ആയിട്ട് ഷെയർ ചെയ്യുക അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികളുടെ റിസോഴ്സുകളെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയും ജാമിയ മില്ലിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് തന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രസിഡന്റ് വിസിറ്റർ ആയിരിക്കും. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും വിസിറ്റർ ആരായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് ആണ്. ഇനി ഞാനിവിടെ കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി, സിക്കിം യൂണിവേഴ്സിറ്റി, ഗുവാഹത്തി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്, ഇതെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ എല്ലാം കുറച്ച് പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ്. ഇത് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗ്രാൻഡഡ് മോർ ഓട്ടോണോമി. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ഓട്ടോണോമി കിട്ടും, കുറച്ചും കൂടെ സ്വയംഭരണം കിട്ടും, ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ്ലി ആൻഡ് അക്കാഡമിക്കലി. എന്തൊക്കെ ഓട്ടോണോമിയാണ് കിട്ടുന്നത്? ദേ ആർ അലൗഡ് ടു ഓപ്പൺ ഓഫ് ഷോർ ക്യാമ്പസസ്, അതായത് അവർക്ക് മറ്റ് ക്യാമ്പസുകൾ തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ എൻജോയ് ബെറ്റർ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ്. ഗ്ലോബൽ യൂണിവേഴ്സിറ്റികളുമായിട്ട്, അതായത് ലോക സർവകലാശാലകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അതായത് ഒരു യൂണിവേഴ്സിറ്റീനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ് ആയിട്ട് പ്രഖ്യാപിച്ചാൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇനി അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ പറയാം. ഒന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്, പിന്നെ IISc ബാംഗ്ലൂർ, പിന്നെ IIT ബോംബെ, ഡൽഹി, ഖരഗ്പൂർ, മദ്രാസ്, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസിൽ വരുന്നതാണ്.
പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റികളാണ് കോട്ട യൂണിവേഴ്സിറ്റി. കോട്ട യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് വർദ്ധമാൻ മഹാവീർ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ പഴയ പേരാണ് കോട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് രാജസ്ഥാനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിന് കുറേ റീജിയണൽ സെൻറ്ററുകളുണ്ട്. അജ്മീറിൽ, ബിക്കാനറിൽ, ജയ്പൂരിൽ, ജോധ്പൂരിൽ, കോട്ടയിൽ, ഉദയ്പൂരിലൊക്കെ അവർക്ക് റീജിയണൽ സെൻറ്ററുകളുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് ഞാൻ പിക്ക് ചെയ്തതാണ്. പിന്നെ യശ്വന്ത് റാവു ചവൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇതൊരു സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, മഹാരാഷ്ട്രയിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് ജൂലൈ 1 1989 അണ്ടർ യശ്വന്ത് റാവു ചവൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് മധ്യപ്രദേശ് ബോജ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ഭോപ്പാലിലെ. ഇത് ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കിങ് രാജാ ബോജ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പേരിലാണ് ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. 1991 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും ഓർക്കുക. പിന്നെ കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, UP രാജർഷി ടണ്ടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി, UPയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. താങ്ക് യു.